ഗഗൻയാൻ TV-D1 എന്ന മിഷൻ ISRO വിക്ഷേപിക്കുന്നത് 2023 ഒക്ടോബർ 21 ഓർത്തിരിക്കുക. 2023 ഒക്ടോബർ 21 ഗഗൻയാൻ ടെസ്റ്റ് വെഹിക്കിൾ ഡെമോൺസ്ട്രേഷൻ 1 എന്ന മിഷൻ ISRO വിക്ഷേപിക്കുന്നത്. ഗഗൻയാൻ ടെസ്റ്റ് വെഹിക്കിൾ ഡെമോൺസ്ട്രേഷൻ 1. ഓക്കെ, ഈ മിഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ഗഗൻയാൻ മിഷൻ എന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്താണ് ഗഗൻയാൻ മിഷൻ? ഇന്ത്യയുടെ അഭിമാനമായിട്ടൊരു മിഷനാണ് ഗഗൻയാൻ മിഷൻ. ഇന്ത്യാസ് ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് മിഷനിലെ എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനായിട്ടുള്ള ആദ്യത്തെ മിഷനാണ് ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. ഈ മിഷന് നേതൃത്വം കൊടുക്കുന്നത് ISRO ആണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് അല്ലേ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഒരു അഭിമാനമായിട്ടുള്ള മിഷനാണ് ഗഗൻയാൻ മിഷൻ. ഈ മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു സെൻഡ് ഹ്യൂമൻസ് ഇൻ ടു സ്പേസ് ഓൺ എ ലോ എർത്ത് ഓർബിറ്റ് ഓഫ് 400 കിലോമീറ്റർ ഫോർ 3 days ആൻഡ് ബ്രിങ് ദം സേഫ്ലി ബാക്ക് ടു ദ എർത്ത്. എന്താ പറയുന്നത്? മനുഷ്യനെ 400 കിലോമീറ്റർ അകലെയുള്ള ഭൂമിയിലെ ഉപരിതലത്തിൽ നിന്നും 400 കിലോമീറ്റർ അകലെയുള്ള ഒരു ലോ എർത്ത് ഓർബിറ്റിലേക്ക്, ഒരു താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുകയും അത് 3 ദിവസം ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം സുരക്ഷിതമായിട്ട് ഭൂമിയിൽ തിരിച്ചെത്തിക്കുകയും ചെയ്യുക. മനുഷ്യനെ 400 കിലോമീറ്റർ അകലെയുള്ള ഒരു ഭ്രമണപഥത്തിൽ എത്തിച്ച് 3 ദിവസങ്ങൾക്ക് ശേഷം സുരക്ഷിതമായിട്ട് ഭൂമിയിൽ തന്നെ തിരിച്ചെത്തിക്കുക എന്നതാണ് ഈ മിഷൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈ മിഷനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 2025 ഈ മിഷൻ പ്രാവർത്തികമാക്കാനാണ് നമ്മൾ ലക്ഷ്യമിട്ടതെങ്കിലും ഒരുപാട് പരീക്ഷണങ്ങൾ ഇനിയും ബാക്കിയുള്ളതിനാൽ ഈ മിഷൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് കാര്യം സംശയമാണ്. ഓക്കെ, ഈ മിഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കമ്പോണൻസ്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ക്രൂ മൊഡ്യൂളാണ്, രണ്ടാമത് സർവീസ് മൊഡ്യൂൾ. ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താ? ക്രൂ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ബഹിരാകാശ യാത്രികരുടെ സംഘത്തിനെയാണ് നമ്മൾ ക്രൂ എന്ന് പറയുക അല്ലേ. ആ ബഹിരാകാശ യാത്രികർക്ക് സഞ്ചരിക്കുന്ന, ആ ബഹിരാകാശ യാത്രികരെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഹാബിറ്റബിൾ സ്പേസ് വിത്ത് എർത്ത് ലൈക്ക് എൻവയോൺമെൻറ്റ്. ഭൂമിക്ക് സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷമുള്ള, ഭൂമിക്ക് സമാനമായ അന്തരീക്ഷത്തോട് കൂടിയിട്ടുള്ളൊരു വാസയോഗ്യമായിട്ടുള്ള സ്ഥലമാണ് ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സർവീസ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇതൊരു ക്രൂ മൊഡ്യൂളിന് നെസസറി ആയിട്ടുള്ള എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ടുള്ളൊരു സ്പേസാണ് സർവീസ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ സർവീസ് മൊഡ്യൂൾ, ഇതാണ് ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും. ഓക്കെ, ഇത് ക്രൂ മൊഡ്യൂൾ, ഇത് സർവീസ് മൊഡ്യൂൾ. ഈ സർവീസ് മൊഡ്യൂൾ കണ്ടോ, ത്രസ്റ്ററുകളെല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ത്രസ്റ്ററുകൾ ഈ ക്രൂ മൊഡ്യൂളിനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് എവിടേക്കൊക്കെ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ മിഷനുമായി ബന്ധപ്പെട്ട് മറ്റു നോക്കുകയാണെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ, ഈ മിഷനെ നിശ്ചിത ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ എല്ലാവർക്കും അറിയാം, ലോഞ്ച് വെഹിക്കിൾ Mark 3 അല്ലേ, LMV-3 എന്ന് പറഞ്ഞിട്ടുള്ള വാഹനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മിഷനെ നിശ്ചിത ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ക്രൂ മൊഡ്യൂളിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കുന്നതിനായിട്ട് ഒരുപാട് കടമ്പകളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ ബഹിരാകാശ യാത്രികർക്ക് നിശ്ചിതമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ആ അഭിമുഖീകരിക്കുന്നതിനാണ് അവരെ പ്രാപ്തമാക്കുക. അവരുടെ ഫിസിക്കലിയും മെൻ്റലിയും അവർക്ക് കൂടുതൽ പരിശീലനങ്ങൾ കൊടുക്കുക. സയൻറ്റിഫിക് ആയിട്ടും കൂടുതൽ ഒരുപാട് ടെക്നിക്കലായിട്ടുമുള്ള പരിശീലനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു മുമ്പ് ബഹിരാകാശ യാത്രികരെ അയച്ചിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന പരിശീലനങ്ങൾ കൊടുക്കുന്നതിനുള്ള കരാറുകൾ ഏർപ്പെടേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റഷ്യയുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. റഷ്യയുടെ ക്ലാവ്കോമോസ് എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യൻ ബഹിരാകാശ ഏജൻസിയുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ US-ഉമായിട്ടുള്ള കരാറിൽ ഏർപ്പെട്ട് ആസ്ട്രോനോട്ട്സിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പരിശീലനം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വ്യോമയാത്ര നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ആസ്ട്രോനോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസ്ട്രോനോട്ട്സ് ട്രെയിനിങ് ഫെസിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂരുവിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആസ്ട്രോനോട്ട് എന്താ, അമേരിക്കൻ ബഹിരാകാശ യാത്രികരെയാണ് നമ്മൾ പൊതുവെ ആസ്ട്രോനോട്ട്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ റഷ്യൻ ബഹിരാകാശ യാത്രികരെ നമ്മൾ കോസ്മോനോട്ട്സ് എന്ന് വിളിക്കും. ചൈനീസ് ബഹിരാകാശ യാത്രികരെ നമ്മൾ തൈക്കനോട്ട് എന്ന് വിളിക്കും. ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ എന്താ വിളിക്കുക? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അതുപോലെ തന്നെ ഈ ബഹിരാകാശ യാത്ര നമ്മളുടെ ഗഗൻയാൻ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഗഗൻയാൻ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ 4ാമത് രാജ്യമായിട്ട് മാറും. ഏതാണ്? ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കുന്ന 4ാമത് രാജ്യമായിട്ട് മാറും. ബാക്കി 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? സോവിയറ്റ് യൂണിയൻ, US, ചൈന അല്ലേ. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റഷ്യ. ഓക്കെ, അതിനുശേഷം US അഥവാ അമേരിക്ക ബഹിരാകാശത്തേക്ക് ആളെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയും അയച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം 4ാമത് രാജ്യമാണ് ഇന്ത്യ.
ഈ LMV3 എന്ന് പറഞ്ഞു നമ്മൾ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3യിലാണ് ഈ ബഹിരാകാശ വാഹനത്തിന് നമ്മൾ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞു അല്ലേ. ഈ ബഹിരാകാശ യാത്രികർക്ക് നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനായിട്ട് നമ്മൾ സാറ്റലൈറ്റുകൾ എത്തിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ബഹിരാകാശ വാഹനത്തിന് നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന ക്രൂ മൊഡ്യൂളിൽ നമുക്ക് എത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറയുന്ന കാരണം അതിൽ സാറ്റലൈറ്റുകൾ ഇപ്പോൾ എന്തെങ്കിലും ബഹിരാകാശത്തേക്ക് നമ്മൾ റോക്കറ്റുകൾ അയച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ചാലും സാറ്റലൈറ്റുകൾക്ക് എന്തെങ്കിലും നമുക്ക് എക്കണോമിക്കലി നാശനഷ്ടം സംഭവിക്കുന്നതല്ലാതെ മനുഷ്യജീവനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന ക്രൂ മൊഡ്യൂളിൽ മനുഷ്യജീവനാണ് അല്ലേ, അതിന് വളരെയധികം വിലപ്പെട്ട മനുഷ്യജീവനുകളാണ്. അതുപോലെ തന്നെ ഈ ക്രൂ മൊഡ്യൂൾ ഈ ബഹിരാകാശ വാഹനത്തിൽ ഘടിപ്പിക്കുമ്പോൾ ചില മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിരിക്കണം. ആ മാനദണ്ഡങ്ങളോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ ബഹിരാകാശ വാഹനത്തിനെ രൂപകൽപ്പന ചെയ്യേണ്ടത്. ആ സാറ്റലൈറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ബഹിരാകാശ വാഹനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ക്രൂ മൊഡ്യൂൾ ഘടിപ്പിക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് ആ പേര് മാറുന്നു. അതിന് പറയുന്ന പേരാണ് ഹ്യൂമൻ റേറ്റഡ്. ഓക്കെ, മനുഷ്യനെ ഈ പറയുന്ന ഈ പരീക്ഷണങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ TVD1 എന്ന് പറഞ്ഞ പരീക്ഷണം ഈ പറയുന്ന ക്രൂ എസ്കേപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് വാഹനം വിക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാൽ ഫങ്ഷൻസ് നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ബഹിരാകാശ വാഹനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബഹിരാകാശ അതായത് ലോഞ്ച് വെഹിക്കിളിൽ നിന്നും നമ്മുടെ ബഹിരാകാശ വാഹനം എന്ത് ചെയ്യണം, ക്രൂ മൊഡ്യൂളിൽ നമുക്ക് വേർപെടുത്തേണ്ടതായിട്ടുണ്ട്. ആ വേർപെടുത്തുന്നതിനുള്ള ടെക്നോളജികൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഈ ലോഞ്ച് വെഹിക്കിൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ബഹിരാകാശ വാഹനത്തിനായിട്ട് തയ്യാറെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റേറ്റഡ് LMV3 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഗഗൻയാൻ മിഷനുമായിട്ട് നമുക്ക് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്. അതിൻ്റെ പേരാണ് സഖി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഓക്കെ, സഖി എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ അത് സ്പേസ് ബോൺ അസിസ്റ്റൻ്റ് ആൻഡ് നോളേജ് ഹബ് ഫോർ ക്രൂ ഇൻറ്ററാക്ഷൻ. സ്പേസ് ബോൺ അസിസ്റ്റൻ്റ് ആൻഡ് നോളേജ് ഹബ് ഫോർ ക്രൂ ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, VSSC നമ്മുടെ തിരുവനന്തപുരത്ത് ആസ്ഥാനമായിട്ടുള്ള VSSC കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ സഖി എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ? നമ്മളുടെ വൈറ്റൽ സയൻസുകളെല്ലാം, അതായത് ബഹിരാകാശ യാത്രികരുടെ വൈറ്റൽ സയൻസ് എന്താണ്, ബ്ലഡ് പ്രഷർ, ഹേർട്ട് റേറ്റ് ആൻഡ് ഓക്സിജൻ സാച്ചുറേഷൻ തുടങ്ങിയിട്ടുള്ള വൈറ്റൽ സയൻസുകൾ നിരന്തരം ഇതെന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഫിസിക്കൽ കണ്ടീഷനിൽ, മെൻ്റൽ കണ്ടീഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി മോണിറ്റർ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് എന്തൊക്കെയാണെന്ന് നിർദ്ദേശിക്കാനും ഒക്കെയുള്ള ഒരു സോഫ്റ്റ്വെയറാണ് സഖി എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ. ഓക്കെ, അതുപോലെ തന്നെ വ്യോമിത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹ്യൂമനോയിഡ് റോബോട്ട് ആണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു റോബോട്ട് എന്ന് പറയുന്നത്, മറ്റൊരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഈ ഹ്യൂമനോയിഡ് റോബോട്ട് ഒരു ഫീമെയിൽ ക്യാരക്ടർ ഹ്യൂമനോയിഡ് റോബോട്ടാണ്. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വ്യോമിത്രയാണ് ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. സെക്കൻഡ് ഫേസിൽ വ്യോമിത്രി ബഹിരാകാശത്തേക്ക് അയക്കുന്നു. എന്തിനാണ് മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്? ആദ്യം തന്നെ മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയച്ചാൽ എന്തെങ്കിലും ഒരു മാൽ ഫംഗ്ഷൻ, എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യജീവൻ പോകരുത്. അതിനുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഒരു പ്രോട്ടോടൈപ്പ് പരീക്ഷണം എന്ന രീതിയിൽ നമ്മൾ ആദ്യം വ്യോമിത്രയെ എന്ത് ചെയ്യുന്നു, ബഹിരാകാശത്തേക്ക് അയക്കുന്നു. ആ ബഹിരാകാശത്തേക്ക് അയച്ചത് അത് സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ഓക്കെ, ഈ ബഹിരാകാശ യാത്രികരായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള 4 പേരാണ് ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, സുഭാൻഷു ശുക്ല എന്നിങ്ങനെയുള്ള 4 പേരെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ബഹിരാകാശ യാത്രയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ പ്രശാന്ത് ബാലകൃഷ്ണൻ എല്ലാവർക്കും അറിയാം അല്ലേ, ഈ മലയാളിയായിട്ടുള്ള ഒരാളാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗഗൻയാൻ മിഷൻ്റെ ചില ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഈ ഗഗൻയാൻ മിഷൻ ഒരുപാട് ദീർഘനാളത്തായിട്ടുള്ള ISROയുടെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഗഗൻയാൻ മിഷൻ. എങ്കിലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചുവടുവയ്പ്പുകളെല്ലാം നടത്തിയിരിക്കുന്ന ആ ഒരു കാറ്റലോഗാണ്, ഒരു ലോഗാണ് നമ്മൾക്കിപ്പോൾ ഇവിടെ കാണുന്നത്. അതിലാദ്യമായിട്ട് കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഷനാണ് 2014 ഡിസംബർ 18 നമ്മൾ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഷൻ, അഥവാ കെയർ എന്ന് പറയുന്നത് ക്രൂ മോഡ്യൂൾ അറ്റ്മോസ്ഫറിക് റീ എൻട്രി എക്സ്പെരിമെൻറ്റ്. എന്താണ് കെയർ എന്ന് പറയുന്നത്? ക്രൂ മോഡ്യൂൾ അറ്റ്മോസ്ഫറിക് റീ എൻട്രി എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് ആദ്യമായിട്ട് നടത്തി. എന്താണ് ആ എക്സ്പെരിമെൻറ്റ് എന്ന് നോക്കാം. എന്താണ് ആ എക്സ്പെരിമെൻറ്റ്? 2014 ഈ ഗഗൻയാൻ മിഷനുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഒരു എക്സ്പെരിമെൻറ്റാണിത്. ഈ പറയുന്ന അതായത് ഈ ക്രൂ മൊഡ്യൂളിനെ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് അയക്കുന്നു. ഓക്കെ, അറ്റ്മോസ്ഫിയറിലേക്ക് സാധാരണ പോലെ അറ്റ്മോസ്ഫിയറിലേക്ക് അയച്ചിട്ട് അതിന് റീ എൻട്രി ചെയ്യിക്കുന്നു. ഈ പേരിൽ തന്നെ ഉണ്ടല്ലേ, ക്രൂ മൊഡ്യൂളിനെ അറ്റ്മോസ്ഫിയറിലേക്ക് അയക്കുകയും അതിനെ റീ എൻട്രി തിരിച്ച് ഭൂമിയിൽ തന്നെ റീ എൻട്രി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരീക്ഷണമാണ് നടത്തിയത്. ഈ പരീക്ഷണത്തിലൂടെ നമ്മൾ അതിൻ്റെ നാവിഗേഷൻ ആയിട്ടുള്ള അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, നാവിഗേഷൻ, ഗൈഡ് ലൈൻസ് സപ്പോർട്ട്, ലൈഫ് സപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. കൺട്രോൾ സിസ്റ്റംസ്
ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നതിനായിട്ടാണ് 2014 തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തു. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് 123 കിലോമീറ്റർ അകലെയുള്ള ഒരു ഓർബിറ്റിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയും പിന്നീട് അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചു. ഈ തിരിച്ച് ഭൂമിയിലേക്ക് നമ്മളുടെ ഏകദേശം ഒരു 1600 ഡിഗ്രി തിരിച്ച് ഭൂമിയിലേക്ക് പ്രന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ അതിന് വേഗത കുറയ്ക്കുന്നതിനായിട്ടുള്ള ത്രസ്റ്ററുകളെല്ലാം വർക്ക് ചെയ്ത് കുറച്ച് വേഗതയൊക്കെ കുറച്ചു. എങ്കിൽ തന്നെയും ആ വേഗതയിൽ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ആ ക്രൂ മൊഡ്യൂൾ വരുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് ഉണ്ടാവും. 1600 ഡിഗ്രി സെൽഷ്യസ് ഇതാണ്ടാവും. 1600 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മുടെ ക്രൂ മൊഡ്യൂളിൻ്റെ മറ്റ് സർഫേസിൽ ആ ഹീറ്റ് വരാം. എന്തുകൊണ്ടാണ്? അന്തരീക്ഷവായുമായിട്ടുള്ള ഘർഷണം മൂലം. ഓക്കെ, ഇത്തരം ഘർഷണം മൂലം ആ ക്രൂ മൊഡ്യൂളിന് ഹൈലി ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റിനെല്ലാം വിസ്റ്റാൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണമാണ് നടന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാരച്യൂട്ടുകളെല്ലാം ക്ലിയറായിട്ട് വർക്ക് ചെയ്തിട്ട് ഏറ്റവും അവസാനം 15 കിലോമീറ്ററൊക്കെ എത്തിക്കഴിഞ്ഞാൽ പാരച്യൂട്ട് വർക്ക് ചെയ്യണം. പാരച്യൂട്ട് വർക്ക് ചെയ്ത് പിന്നീട് അത് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബംഗാൾ ഉൾക്കടലിലേക്ക് പതിപ്പിച്ചു. പിന്നീട് മറ്റ് കപ്പലുകളൊക്കെ പോയി അതിന് റിക്കവർ ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇതാണ് ആ ക്രൂ മൊഡ്യൂൾ അറ്റ്മോസ്ഫിയറിക് റീ എൻട്രി എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരീക്ഷണം. ഓക്കെ, അതിനുശേഷം മറ്റൊരു പരീക്ഷണം നടത്തി, പാഡ് അബോർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പരീക്ഷണം. അതെപ്പോഴാണ് നടത്തിയത്? 2018 ജൂലൈ 5 മറ്റൊരു പരീക്ഷണം നടത്തി. പാഡ് അബോർട്ട് ടെസ്റ്റ് എന്താണ്? ISRO പാറ്റ് എന്ന് പരീക്ഷണം അല്ലേ. ആ പാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാഡ് അബോർട്ട് ടെസ്റ്റ് പരീക്ഷണം എന്താണ്? പ്രധാനമായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞു അല്ലേ, ഒരു ലോഞ്ച് വെഹിക്കിളൊക്കെ നമ്മളെ ക്രൂ മൊഡ്യൂൾ സാധാരണ സാറ്റലൈറ്റ് വഹിക്കുന്ന പോലെ തന്നെ നമ്മൾ ആ ലോഞ്ച് വെഹിക്കിളിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വിടാൻ പറ്റത്തില്ല. ക്രൂ മൊഡ്യൂളിൽ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് വിടാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യനാണ് അതിലുള്ളത് അല്ലേ. ആ മനുഷ്യനെ ക്ലിയർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് മാനദണ്ഡങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ ഒരു ഭാഗമാണ് ഈ പാഡ് അബോർട്ട് ടെസ്റ്റിലൂടെ നമ്മൾ പരീക്ഷിച്ചത്. എന്താണ് ആ മാനദണ്ഡം? പെട്ടെന്ന് നമ്മൾ വിക്ഷേപിച്ച് ഏകദേശം മിനിറ്റുകൾക്കുള്ളിൽ ആ റോക്കറ്റ് പൊട്ടിത്തെറിച്ച് അപകടങ്ങളുണ്ടാക്കാം. ഈ ചലഞ്ചർ, നമ്മളുടെ അമേരിക്കയുടെ ചലഞ്ചർ ദുരന്തമൊക്കെ സംഭവിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ചലഞ്ചർ ദൗത്യത്തിന് ദുരന്തം സംഭവിച്ചിരിക്കുന്നതെല്ലാം ഇതുപോലെയാണ്. വിക്ഷേപിച്ച ഉടനെ തന്നെ പൊട്ടിത്തെറിച്ചിട്ടാണ് എല്ലാവരും മരിച്ചുപോയത്. പക്ഷേ അതേസമയം അങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പോൾ വിക്ഷേപിച്ച ഉടനെ തന്നെ എന്തെങ്കിലും ഒരു മാൽ ഫങ്ഷൻസ് നടന്ന് അതിപ്പോൾ ഏകദേശം പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ടെസ്റ്റ്, അതായത് ആ പറയുന്ന ലോഞ്ച് വെഹിക്കിളിൽ നിന്ന് നമ്മളുടെ ക്രൂ മൊഡ്യൂളിനെ സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യണം? വിടുവിച്ച് അത് കടലിലേക്ക് പതിക്കത്തക്ക രീതിയിലേക്ക് അതിനെ മാറ്റണം. അപ്പോൾ ഉടനെ തന്നെ അതിനെ അബോർട്ട് ചെയ്ത ആ ടെസ്റ്റ്, ആ ലോഞ്ച് വെഹിക്കിൾ അതിൽ നിന്ന് വേർപെട്ട് വരുന്നതിനായിട്ടുള്ളൊരു ടെസ്റ്റാണ് പാഡ് അബോർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ നടത്തിയത്. ഓക്കെ, 2018 ജൂലൈ 5. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗഗൻയാൻ മിഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മിഷൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു വനിതയാണ്. അവരുടെ പേരാണ് VR ലളിതാംബിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു വനിതയാണ് ഈ മിഷൻ ഡയറക്ടർ. ഓക്കെ, ഗഗൻയാൻ മിഷൻ്റെ ഡയറക്ടർ VR ലളിതാംബിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു വനിതയാണ്. അത് ആ വനിത അവരുടെ ഈ ഒരു ഡയറക്ടർ ഓഫ് കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട് ഇതിൽ. ഈ പറയുന്ന മിഷൻ പ്രൊജക്റ്റ് ഡയറക്ടർ മാത്രമല്ല, അതിൽ അസിസ്റ്റ് ചെയ്യുന്നിട്ടുള്ളവരാണ് സോംനാഥ്, ISRO ചെയർമാൻ സോംനാഥ്, ഉണ്ണികൃഷ്ണൻ നായർ, അതായത് VSSCയുടെ ഡയറക്ടറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നായർ, ഇവരെല്ലാം അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ ലീഡ് ചെയ്യുന്നത് VR ലളിതാംബികയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പാഡ് അബോർട്ട് ടെസ്റ്റിന് ശേഷമാണ് ഇപ്പോൾ നടന്നത് TVD1 എന്ന മിഷൻ. ഓക്കെ, അതിന് ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ എന്നാണ് മറ്റൊരു പേര് അറിയപ്പെടുന്നത്. ഈ മിഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ്? പ്രൈമറി പർപ്പസ് ഓഫ് the test was to ensure crew's ability to safe exit rocket in the event of a malfunction. ഓക്കെ, അതായത് ഒരു മാൽ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു. പാഡ് അബോർട്ട് ടെസ്റ്റ് നടക്കുമ്പോൾ ഏകദേശം 4 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ, ഏകദേശം 4 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദൂരം എത്തുമ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അബോർട്ട് ചെയ്യാനുള്ള ഒരു മിഷനാണ്. അത് പറഞ്ഞു. അതിനൊരു എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു മിഷനാണെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഏകദേശം ബഹിരാകാശത്തേക്ക് എത്തി ഏകദേശം ഒരുപാട് കിലോമീറ്റർ സഞ്ചരിച്ച് ബഹിരാകാശത്തേക്ക് എത്തി. പക്ഷേ അപ്പോഴാണ് എന്തൊരു മാൽ ഫംഗ്ഷൻ നടന്നതെങ്കിൽ അപ്പോഴും ആ മിഷനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ലോഞ്ച് വെഹിക്കിളിൽ നിന്ന് അബോർട്ട് ചെയ്ത് ആ ലോഞ്ച് വെഹിക്കിളിൽ നിന്ന് വേർപെട്ട് നമുക്ക് ഭൂമിയിലേക്ക് തിരിച്ച് സുരക്ഷിതമായി എത്തണം അല്ലേ. അതിനുമായി ബന്ധപ്പെട്ടുള്ള മിഷനാണ് ഈ പറയുന്ന TVD1 എന്ന് പറഞ്ഞ ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മിഷൻ. ഓക്കെ, അതായത് പാഡ് അബോർട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്
വിക്ഷേപിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന TB-D1 എന്ന മിഷൻ വിക്ഷേപിച്ച് ഏകദേശം ബഹിരാകാശത്തേക്ക് എത്തിയതിനു ശേഷമാണ് എന്തെങ്കിലും മാൽഫങ്ഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഭൂമിയിലേക്ക് സുരക്ഷിതമായിട്ട് തിരിച്ചിറങ്ങണം അല്ലേ? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിഷനാണ് ഈ പറയുന്ന ടെസ്റ്റ് വെഹിക്കിൾ ഡെമോൺസ്ട്രേഷൻ 1 എന്ന മിഷൻ. ഓക്കെ, ഇത്രയുമാണ് ഈ മിഷനുമായി ബന്ധപ്പെട്ട്, ഗഗൻയാൻ മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഗഗൻയാൻ മിഷൻ്റെ ഇനി അടുത്ത ഒരുപാട് മിഷനുകൾ വരാനുണ്ട്, ഒരുപാട് ടെസ്റ്റുകൾ വരാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് ഫേസിലാണ് നമ്മൾ വ്യോമിത്ര എന്ന് പറഞ്ഞിട്ടുള്ള റോബോട്ടിനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ഓക്കെ, ഈ റോബോട്ടിനെ ബഹിരാകാശത്തേക്ക് അയച്ച് എല്ലാം പഠിച്ചതിന് ശേഷമാണ് മനുഷ്യരെ ഈ പറയുന്ന നമ്മളുടെ വിമാനതാരങ്ങളായിട്ടുള്ള ഈ പറയുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരല്ലേ നമ്മൾ കണ്ടു. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അതുപോലെ തന്നെ അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, സുഭാൻഷു ശുക്ല തുടങ്ങിയിട്ടുള്ള ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ഈ പേരുകളെല്ലാം നമ്മൾ ഓർത്തിരിക്കുക, എല്ലാ പേരുകളും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, മലയാളിയായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അതെല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഗഗൻയാൻ എന്ന് പറഞ്ഞിട്ടുള്ള മിഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ.